Hello all, good afternoon. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡേ 6 എടുത്തിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്ന പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഇത് ജനറൽ ടെസ്റ്റിൽ വരുന്നതാണ്. ജനറൽ ടെസ്റ്റിൽ പൊതുവെ മൂന്നായിട്ടാണ് ഉണ്ടാവുക. മൂന്ന് കാര്യങ്ങളാണ് പൊതുവെ ഉള്ളത്. ഒന്ന് കറണ്ട് അഫയേഴ്സ്, ജനറൽ നോളജ് ഒക്കെ വരുന്ന ഒരു പാർട്ട്. അത് നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം. പിന്നെ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ഒരു +2 വരെ എന്തൊക്കെ പഠിച്ചോ, സയൻസ്, മാത്സ്, അങ്ങനെ പല ഫീൽഡ് നമ്മൾ എന്തൊക്കെ പഠിച്ചോ അതൊക്കെ ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ഉണ്ടാവുക ലോജിക്കൽ റീസണിംഗ് ആണ്. ലോജിക്കൽ റീസണിംഗ് ക്വസ്റ്റ്യൻസ് പൊതുവെ ഈസിയാണ്, ബട്ട് ട്രിക്കിയാണ്. ഓക്കെ, മൂന്നാമത്തെ ഒരു പാർട്ടാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ലൈക്ക് ഈ പെർസെൻറ്റേജ്, അതുപോലെ LCM, അങ്ങനെ പറഞ്ഞ ഒരുപാട് ആവറേജ്, അങ്ങനെ പറഞ്ഞ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. സോ ഈ ടോപ്പിക്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ മെത്തേഡ്. ഇതിനൊരു കൃത്യമായ മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് വൃത്തിക്ക് പഠിച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കൺസെപ്റ്റ് ഒക്കെ പ്രോപ്പറായി പഠിച്ചാൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അതിൽ തന്നെ വളരെ ബേസ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ദറ്റ് ഈസ് പെർസെൻറ്റേജ്. എൻ്റെ പേര് ദൃശ്യ, ഞാൻ IIT കാലിക്കറ്റിലെ സെക്കൻഡ് ഇയർ ITP സ്റ്റുഡൻ്റ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. പെർസെൻറ്റേജ് എന്താണ്? പെർസെൻറ്റേജ് പെർസെൻറ്റേജ് നമ്മളത് 3 ടേം ആയിട്ട് തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സോ പെർസെൻറ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത്, സെന്റ് എന്ന് പറയുന്ന ഈ ഒരു വാക്കിന്റെ അർത്ഥം 100 എന്നാണ്. പെർസെന്റ് 100ൽ എത്ര എന്ന്, ഒരു നമ്പറിന് 100ൽ എത്ര എന്ന് സൂചിപ്പിക്കുന്നതാണ് ബേസിക്കലി പെർസെൻറ്റേജ്. നമ്മൾ ഫിനാൻഷ്യലി ഒരു കാര്യം നോക്കുകയാണെങ്കിലോ, ഇല്ലെങ്കിൽ നമ്മൾ ഷോപ്പിംഗ്, അങ്ങനെ പല സ്ഥലത്തും നമുക്ക് പെർസെൻറ്റേജ് എന്ന് കാണാൻ പറ്റും. സോ 1% എന്ന് പറഞ്ഞാൽ 100ൽ ഒരു ഭാഗം എന്നാണ് മീൻ ചെയ്യുന്നത്. ഇതിൽ 1% എന്ന് എഴുതിയ ഭാഗം നമുക്ക് പെർസെൻറ്റേജ് വാല്യൂ എന്ന് പറയാം. പെർസെൻറ്റേജ് വാല്യൂ എന്ന് പറയാം. അതുപോലെ തന്നെ 1/100 എന്ന് എഴുതിയ ഭാഗം നമുക്ക് ഫ്രാക്ഷണൽ വാല്യൂ എന്നും പറയാം. ഓക്കെ, ഈ രണ്ട് ടേംസ് ഓർത്ത് വെക്കാം. സോ ദിസ് ഈസ് പെർസെൻറ്റേജ് വാല്യൂ ആൻഡ് ദിസ് ഈസ് ഫ്രാക്ഷണൽ വാല്യൂ. ഇനി പെർസെൻറ്റേജ് ഈസ് എ ഹൈ ഫ്രീക്വൻസി ടോപ്പിക് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് സെക്ഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫോംസ് ദ ബേസ് ഫോർ മെനി അതർ ചാപ്റ്റേഴ്സ് ലൈക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, ഇതൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് ഡീൽ ചെയ്യും. ഇത്തരത്തിലുള്ള ചാപ്റ്റേഴ്സിലേക്കുള്ള ഒരു ബേസ് ആണ് പെർസെൻറ്റേജ്. ഓക്കെ, യൂഷ്വലി 1 to 3 ക്വസ്റ്റ്യൻസ് ആണ് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ഈ ഒരു പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. നെക്സ്റ്റ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പെർസെൻറ്റേജും ഫ്രാക്ഷനും പറഞ്ഞു. നമുക്ക് പെർസെൻറ്റേജിനെ എങ്ങനെ ഫ്രാക്ഷനിലേക്ക് മാറ്റാം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പെർസെൻറ്റേജിന് ഫ്രാക്ഷനിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, നമുക്കറിയാം 25% നമ്മൾ യൂഷ്വലി ഫ്രാക്ഷനിൽ എങ്ങനെ എഴുതാറ് 1/4 എന്നാണ് അല്ലെ. അതുപോലെ തന്നെ 50%ന് നമ്മൾ 1/2 എന്ന് എഴുതും. 75%ന് 3/4 എന്ന് എഴുതും. ഇതൊക്കെ നമുക്ക് യൂഷ്വലി പരിചയമുള്ള ഫ്രാക്ഷൻസ് ആണ്. ഇനി നമുക്ക് കുറച്ച് പരിചയമില്ലാത്ത, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയി തോന്നുന്ന ഫ്രാക്ഷൻസ് നോക്കാം. ദാറ്റ് ഈസ് 33 1/3. ഇതിനെ നമ്മൾ എങ്ങനെ ഫ്രാക്ഷനിലേക്ക് മാറ്റും? ഈ ഒരു പെർസെൻറ്റേജ് വാല്യൂനെ നമ്മൾ എങ്ങനെ ഫ്രാക്ഷണൽ വാല്യൂയിലേക്ക് മാറ്റും? അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്കൊരു വാല്യൂ തന്നിട്ടുണ്ട്, പ്ലസ് നമുക്ക് അതിന്റെ കൂടെ ഒരു ഫ്രാക്ഷണൽ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പെർസെൻറ്റേജ് ആണെങ്കിൽ അതിനെ ഫ്രാക്ഷണൽ വാല്യൂയിലേക്ക് മാറ്റണമെങ്കിൽ ഇതിന്റെ ഡിനോമിനേറ്റർ പാർട്ടിന് ഇതിന്റെ സൈഡിലുള്ള നമ്പർ ആയിട്ട് ആദ്യം ഇൻറ്റു ചെയ്യാം. ഓക്കെ, ഡിനോമിനേറ്റർ ഇൻറ്റു സൈഡിലുള്ള നമ്പർ. സോ 3 × 33 ദാറ്റ് ഈസ് 99. എന്നിട്ട് ഈ കിട്ടിയ വാല്യൂവിനെ മുകളിലുള്ള ന്യൂമിനേറ്ററുമായിട്ട് പ്ലസ് ചെയ്യാം, ആഡ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? 99 + 100 ബൈ, എന്നിട്ട് ഈ ഡിനോമിനേറ്റർ വാല്യൂ ഇവിടെ എഴുതി കൊടുക്കാം 3. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആയി കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് ആ ഒരു വാല്യൂ കിട്ടിയത് കംപ്ലീറ്റ് ആയിട്ടില്ല, പകുതി ആയിട്ടുള്ളൂ. ഇനി ഈ കിട്ടിയ വാല്യൂവിന്റെ കൂടെ നമ്മൾ 1/100 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1/100 ബേസിക്കലി നമ്മൾ ഒരു പെർസെൻറ്റേജ് വാല്യൂനെ ഫ്രാക്ഷണൽ വാല്യൂയിലേക്ക് മാറ്റണമെങ്കിൽ ആ കിട്ടിയ വാല്യൂ ആയിട്ട് 1/100 മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. ഇവിടെ നമുക്ക് 100ഉം 100ഉം ക്യാൻസൽ ആക്കാം. അപ്പൊ ബാക്കി വരിക എന്താ? 1/3. ഓക്കെ, 1/3 ആണ് ആൻസർ. അതായത് 33 1/3% എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ വാല്യൂവിൽ 1/3 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 6 2/3%. സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? 3 × 6 എത്രയാണ്? 18 അല്ലെ. 18 + 2 20. 20/3. 20/3 × 1/100. നമുക്ക് 100ഉം 20ഉം. 100ൽ എത്ര 20 ഉണ്ട്?
5 ഉണ്ട്. സോ ഈ 5 നമുക്ക് താഴെ എഴുതാം. 5 ഉണ്ട്. 3 into 5. 3 into 5 equal to 1/15 എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ ആണോ? ഒരു സാമ്പിൾ ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്തു നോക്കാം. ഈ ഒരു പാർട്ട് ഞാൻ ആദ്യം റിമൂവ് ചെയ്യട്ടെ. ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ട്രൈ ചെയ്യാം. (14) 2/7%. നമുക്ക് എങ്ങനെ എഴുതാം? 14 into 7 plus 2 നമുക്ക് എന്ത് കിട്ടും? 100 എന്ന് കിട്ടും. 100 divided by 7 into 1/100 ചെയ്യാം. 100 പോയോ? പിന്നെ എന്താണ്? 1/7. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു പെർസെൻറ്റേജ് വാല്യൂവിനെ നമ്മൾ ഫ്രാക്ഷണൽ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ടായിരിക്കില്ല, പക്ഷെ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം സെറ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് ഒരു പാരഗ്രാഫ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ കൺസെപ്റ്റ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ ഇവിടെ കുറച്ച് ടേബിൾസ് തന്നിട്ടുണ്ട്. ലൈക്ക് കുറച്ച് ഫ്രാക്ഷൻ വാല്യൂസും കുറച്ച് പെർസെൻറ്റേജ് വാല്യൂസും. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് കൺവേർട്ട് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇപ്പോൾ 33 1/3 നമ്മൾ ഓൾറെഡി ചെയ്തതാണ് 1/3 എന്നുള്ളത്. നിങ്ങളിത് ഒരു 2-3 വർഷം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ 16 2/3 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് 1/6 ആണെന്ന് ഓർമ്മയുണ്ടാവും. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വാല്യൂസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. 2-3 പ്രാവശ്യം ചെയ്ത് നോക്കുക. സോ ഈ വാല്യൂസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇങ്ങനെ ഞാൻ 1/2 തൊട്ട് 1/20 വരെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ റേഷ്യോ 5:4 എക്സ്പ്രസ്ഡ് ആസ് എ പെർസെന്റ് ഈക്വൽസ് എത്രയാണ്? ഒരു റേഷ്യോ തന്നിട്ടുണ്ട്. എന്താണ് ഇവിടെ റേഷ്യോ? 5:4. 5:4 നമ്മൾ ഫ്രാക്ഷണൽ വാല്യൂയിലേക്ക് മാറ്റാം. റേഷ്യോ ഇസ് ബേസിക്കലി ഫ്രാക്ഷൻ. സോ 5:4 നമുക്ക് 5/4 എന്ന് എഴുതാം. ഇതിനെ പെർസെൻറ്റേജ് ആയിട്ട് എങ്ങനെയാണെന്നാണ് ചോദ്യം. നമ്മൾ പെർസെൻറ്റേജ് വാല്യൂവിനെ ഫ്രാക്ഷൻ ആക്കാൻ നമ്മൾ പറഞ്ഞു into 1/100 ആണ്. അപ്പം നമ്മൾ പെർസെൻറ്റേജ് വാല്യൂവിനെ ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ എങ്ങനെയായിരിക്കും? പെർസെൻറ്റേജ് വാല്യൂവിനെ ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? ആ പെർസെൻറ്റേജ് വാല്യൂ into 1/100 ചെയ്തു. അപ്പൊ നമുക്ക് ഫ്രാക്ഷൻ കിട്ടി. ഓക്കെ, ഇനി ഫ്രാക്ഷൻ വാല്യൂവിനെ നമ്മൾ എങ്ങനെ പെർസെൻറ്റേജിലേക്ക് മാറ്റും? അതിന് എന്ത് ചെയ്താൽ മതി? ഫ്രാക്ഷന്റെ കൂടെ നമ്മൾ 100 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് 100 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പെർസെൻറ്റേജ് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ 100 മൾട്ടിപ്ലൈ ചെയ്തു. 100 മൾട്ടിപ്ലൈ ചെയ്താൽ 100ൽ 4 എത്ര പ്രാവശ്യം ഉണ്ട്? 25 ആണ്. 25 കിട്ടും. 5 into 25 എത്രയാണ്? 125. 125% ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. 8 1/3% ഓഫ് എ ക്വസ്റ്റ്യൻ മാർക്ക് ഈക്വൽ ടു 150. ഇപ്പം ഓഫ് എന്ന് പറയുന്ന വാക്ക് പെർസെൻറ്റേജിലേക്ക് വരുമ്പം മൾട്ടിപ്ലിക്കേഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? 8 1/3% ഓഫ്. നമ്മളിത് മൾട്ടിപ്ലിക്കേഷൻ ഇതിൽ എഴുതുകയാണ്. ഓഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻറ്റു കൊടുത്തു, ഒരു വാല്യൂ ഉണ്ട് ഈക്വൽ ടു 150. നമുക്ക് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ്. അപ്പൊ നമുക്ക് പരിചയമില്ലാത്ത നമ്പേഴ്സ് വരുമ്പോൾ നമ്മൾ പൊതുവെ അത് എക്സ് എന്ന് പറയുന്ന നമ്പർ വെച്ചിട്ടാണ് സൂചിപ്പിക്കാറ്. എക്സ് എന്ന് പറയുന്ന ഒരു ആൽഫബറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. നമുക്ക് ആ വാല്യൂ അറിയില്ല. 150. ഇനി നമുക്ക് ഈ ഒരു വാല്യൂവിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റിയാലോ? 8 1/3% equal to 8 into 3. 24 plus 1 25 ആണ് നമുക്ക് കിട്ടുക. അപ്പൊ 25 into x equal to 150. That is ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. 25/1/100 ആണ്. 1/100 25 എത്ര എണ്ണം ഉണ്ട്? 4 times is available. So 3 into 4. (25/3 into 1/4). 3 into 4 that equal to 12. അപ്പോൾ 1/12 എന്ന് കിട്ടി. അത് മുകളിലോട്ട് പോകുമ്പോൾ എന്താവും? 12 എന്നാവും. സോ 150 into 12 that equal to നമ്മൾ ചെയ്താൽ കിട്ടും 1800. This will be the answer. Next, 16% of question mark equal to 0.008.
16% ഓഫ് നമ്മൾ എഴുതി 16% ഓഫ് വരുന്നിടത്ത് നമ്മൾ ഇൻറ്റു കൊടുത്തു. നമുക്കൊരു ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട് ഈക്വൽ ടു 0.008 എന്ന് എഴുതി. ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമുക്ക് ഇവിടെ പോയിന്റ് വാല്യൂ ഉണ്ട്. നമുക്ക് പോയിന്റ് വാല്യൂ കുറച്ച് ഡിസ്റ്റർബ്സ് ആണ്. സോ നമ്മൾ ആ പോയിന്റ് വാല്യൂ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിവൈഡഡ് ബൈ ഒരു വാല്യൂ ചെയ്യും. എന്താ ചെയ്യുക? ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര വാല്യൂസ് ഉണ്ട്? 3 ഡിജിറ്റ് ആണുള്ളത് അല്ലേ? 3 ഡിജിറ്റ് വാല്യൂ ആണ്. സോ നമുക്ക് ഇതിന് ഈ ഒരു ഡെസിമൽ ഫോം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. 16% ഇൻറ്റു ക്വസ്റ്റ്യൻ മാർക്ക് ഈക്വൽ ടു എന്താണ് 8 ഡിവൈഡഡ് ബൈ 1000 എന്ന് എഴുതാം. ഇത് രണ്ടും സെയിം അല്ലേ? 8 ഡിവൈഡഡ് ബൈ 1000ഉം 0.008 എന്ന് പറയുന്നതും സെയിം അല്ലേ? സെയിം ആണ് അല്ലേ? ഇനി നമുക്ക് ഇങ്ങോട്ട് ചെയ്യാം. 16% നമുക്ക് എന്ത് ചെയ്യാം? 16% എന്ന് പറഞ്ഞ വാല്യൂനെ നമുക്ക് ഫ്രാക്ഷനിലേക്ക് മാറ്റാം. 16 ഫ്രാക്ഷനിലേക്ക് മാറ്റി എന്താവും? 16 ഇൻറ്റു 1/100 ദാറ്റ് ഈക്വൽ ടു 16/100. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതി 16/100 ഇൻറ്റു എക്സ് വാല്യൂ ഉണ്ട് ഈക്വൽ ടു 8/1000. നമുക്ക് കുറച്ച് ക്യാൻസൽ ചെയ്യാം. ഇപ്പം 1000ലുള്ള 2 0 കട്ടായി, 100ലുള്ള 2 0 കട്ടായി. 16ഉം 8ഉം കട്ടാക്കി എന്താ ഇവിടെ 2 കിട്ടും എനിക്ക്. അപ്പൊ 2/1 ഇൻറ്റു എക്സ് ഈക്വൽ ടു 1/10 എന്ന് കിട്ടി. ഓക്കെ, 2 ഇൻറ്റു എക്സ് ഈക്വൽ ടു 1/10. ഈ എക്സ് വാല്യൂ മാത്രം എനിക്ക് വേണമെങ്കിൽ എക്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു 10. അപ്പൊ നമ്മൾ എന്ത് എഴുതി? എക്സ് ഈക്വൽ ടു 1/20 എന്ന് എഴുതി. 1/20 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കൺവേർട്ട് ചെയ്താൽ എങ്ങനെ കിട്ടുക? എന്താണ് കിട്ടുക? 0.05 എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ ആൻസർ. ഫൈൻ. നെക്സ്റ്റ്, വാട്ട് ഈസ് 20% ഓഫ് 25% ഓഫ് 300? 20% of 20% of 25% of 300. ഇവിടെ എന്താ ചോദിച്ചാൽ 300ന്റെ 25%ന്റെ 20% എത്രയാണ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? രണ്ടിനും ഫ്രാക്ഷനിലേക്ക് മാറ്റും. അപ്പൊ 20 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 300 എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇത് നമുക്ക് ചെറുതാക്കി കൂടെ എങ്ങനെ എഴുതാൻ പറ്റും? 1/5 ഇൻറ്റു 1/4 ഇൻറ്റു 300 ഈക്വൽ ടു എത്ര? ഇത് രണ്ടും കൂടി ആക്കിയാൽ എന്ത് കിട്ടും? 12 കിട്ടും. 1/12 ഇൻറ്റു 300 ഈക്വൽ ടു എത്ര? 300 ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും? Sorry, 5 into 4 is 20, right? 5 into 4 equal to 20. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, കാൽക്കുലേഷൻ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. 5 into 4 20 ആണ്. 20 എന്ന് നമുക്ക് എന്ത് കിട്ടും? 15 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ദ ആൻസർ. നെക്സ്റ്റ്, 0.15% ഓഫ് 33 1/3% ഓഫ് 10,000 ഈസ്. നേരത്തെ ചെയ്ത സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ. 0.15% ഇൻറ്റു 33 1/3% ഇൻറ്റു നമ്മൾ ആ റുപ്പി തൽക്കാലത്തേക്ക് ഒഴിവാക്കാം 00 ഈക്വൽ ടു എത്ര? ഒരു 0 കൂടി ഉണ്ട്. 10,000 ഈക്വൽ ടു എത്ര? നമ്മൾ ഫ്രാക്ഷനിൽ നിന്ന് ഒഴിവാക്കുകയാണ്. ഫ്രാക്ഷൻ ഒഴിവാക്കി എങ്ങനെ കിട്ടും? നമുക്ക് ഈ ഒരു വാല്യൂ നമ്മൾ ഓൾറെഡി ചെയ്ത് പരിചിതമാണ്. 33 1/3 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. എന്തായിരുന്നു 33 1/3 എന്നുള്ള വാല്യൂ? പെർസെന്റേജ് വാല്യൂന്റെ ഫ്രാക്ഷൻ വാല്യൂ എന്തായിരുന്നു? 1/3 തന്നെയായിരുന്നില്ലേ? നമ്മൾ ഓൾറെഡി ചെയ്തതല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട്. ഓക്കെ, സോ നമുക്കിത് എങ്ങനെ മാറ്റി എഴുതാം? 0.15 പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് ആണുള്ളത്. സോ ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 1/3 ഇൻറ്റു 100 വേണ്ടേ? ആ ഒരു 100 കൂടി കൊടുത്തു. ഇൻറ്റു 1/3 ഇൻറ്റു 10,000. ഈ സീറോസ് നമുക്ക് ഇവിടെ ക്യാൻസൽ ആക്കാം. 0 0 0 0 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 0.15 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. അത് എത്രയാ വരിക? 0.15 അല്ല 15 ആണ്. കാരണം 0.15 ആണ് നമ്മൾ 100 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് 15 ആക്കിയത്. ഇവിടെ ഇപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 15 ഡിവൈഡഡ് ബൈ 3 that is equal to 5. So 5 will be the answer.
rupee 5 is the answer. Next, what is 2 by 3 of 16? 2 by 3 percentage of 216. ഇവിടെ ഒരു പെർസെൻറ്റേജ് ഉണ്ട്. ഇത് ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഹോംവർക്ക് ആയി തന്നതായിരുന്നു. ഞാൻ ഇതിവിടെ ആൻസർ പറയാം. 1 by 3 percentage into 16. 2 by 3 percentage into 216 equal to എത്ര? 2 by 3 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 2 by 3 into 100. Sorry, 1 by 100. 1 by 100 into 3 into 16. 48. 48 plus 2, that is 50. 50 by 100 into 216 equal to എത്ര? ഇപ്പം 2 by 300. 2 by 300 into 15 by 100 നമുക്ക് 1 by 2 നൽകിക്കൂടെ? 2 cancel ആയി. സോ 1 by 300 കിട്ടും into 216. അപ്പോൾ 216 divided by 300 നമുക്ക് ചെയ്താൽ എന്ത് കിട്ടും? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തന്നതാണ്. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം. നെക്സ്റ്റ് 32 ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് 80? 32 എന്ന് പറയുന്നത് 80ന്റെ എത്ര ശതമാനമാണ്? വേറൊരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, വേറൊരു കൈൻഡ് ഓഫ് കൺസെപ്റ്റ് ആണ്. ഇത് നമ്മൾ സാധാരണ നമ്മുടെ മാർക്കൊക്കെ നമുക്കൊരു മാർക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ടോട്ടൽ മാർക്ക് അറിയാം. അപ്പൊ നമ്മുടെ പെർസെൻറ്റേജ് എത്രയാണ് നമ്മൾ ചെയ്ത് നോക്കാറില്ലേ? സെയിം മെത്തേഡ്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 32 നമ്മുടെ മാർക്ക് divided by total mark 80 into 100 ഇങ്ങനെയല്ലേ ചെയ്യാറ്? that is 320 divided by 80 നമുക്ക് എന്ത് കിട്ടും? 40 എന്ന ആൻസർ കിട്ടും. so 40% is the answer. Next, a team played 40 games in a season and won 24 of them. What percent of games played did the team win? ഒരു ടീം 40 ഗെയിംസ് കളിച്ചിട്ടുണ്ട്, അതിൽ 24 വിജയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കളിച്ചതിൽ മൊത്തം എത്ര പെർസെൻറ്റേജ് ആണ്? സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ജയിച്ചത് 24 അല്ലേ? 24 divided by 40 into 100 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 60% കിട്ടും. 60% കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ 40ന്റെ ഹാഫ് എന്ന് പറയുന്നത് 20 ആണ്. അപ്പൊ 50% എന്ന് പറയുന്നത് 20 ആണ്. 50% 20 ആണ്. അപ്പൊ ഇവിടെ എന്താ? 40 വരില്ല, 35 വരില്ല. കാരണം 20 എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ 24 ആണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പൊ ഈ രണ്ട് ആൻസർ, രണ്ട് ഓപ്ഷൻ നമുക്ക് അപ്പം തന്നെ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ടൈം ലാഭിക്കാൻ പറ്റും. 1.14 expressed as a percent of 1.9 is എത്രയാണ് ചോദ്യം. ഓക്കെ, ഇവിടെ എങ്ങനെ ചെയ്യാം? 1.14 divided by 1.9 into 100. നമുക്ക് ഈ പോയിന്റ് മാറ്റിക്കൂടെ? ഇവിടെ പോയിന്റിന് ശേഷം ഒരു ഡിജിറ്റ് ആണുള്ളത്. സോ നമുക്കത് 10 ആക്കി മാറ്റാം. 10 into 10 നമ്മൾ ഡിനോമിനേറ്റർ ആയതുകൊണ്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 10 കിട്ടി. ഓക്കെ, പിന്നെ ഈ 100 ഇവിടെ എന്താണ് വന്നത്? നമ്മൾ പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് 100 ആക്കിയത്. ആ 100ഉം ഇതും കൂടി ക്യാൻസൽ ആക്കി നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. 60% is the answer. അടുത്തത് കമ്പാരിസൺ എന്ന് പറഞ്ഞ മറ്റൊരു ടോപ്പിക്കാണ്. നമ്മൾ കമ്പയർ ചെയ്യാണ്, എയും ബിയും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അപ്പൊ എ നമുക്കൊരു വാല്യൂ തന്നിട്ടുണ്ട്, ബിയും നമുക്കൊരു വാല്യൂ തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് 3 ആണെന്ന് വിചാരിക്കാം, ബി എന്നത് 4 ആണെന്ന് വിചാരിക്കാം. ഇവിടെ ചോദ്യം എന്താ? ഹൗ മച്ച് ഡിഡ് ബി ഈസ് മോർ ദാൻ എ? ബി എന്നത് എനേക്കാളും എത്ര കൂടുതലാണ്? ബി എന്നത് എനേക്കാളും എത്ര കൂടുതലാണ്? അതായത് 4 എന്നത് നമ്മൾ നമ്പർ വെച്ച് പറയുമ്പോൾ 1 ആണ്. എത്ര പെർസെൻറ്റേജ് കൂടുതലാണെന്നാണ്. ഹൗ മച്ച് പെർസെൻറ്റേജ് എന്നാണ്. ആക്ച്വലി ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് ആണ്. ഓക്കെ, സോ
എത്ര കൂടുതലാണ് അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക, ആദ്യം ഇവർക്കിടയിലുള്ള ഡിഫറൻസ് എടുക്കുക. 4 - 3. ഇപ്പൊ ഞാൻ ചെറിയ വാല്യൂവിൽ തുടങ്ങുകയാണ്. 4 - 3 എത്രയാണ്? 1 ആണ്. 1 ഡിവൈഡഡ് ബൈ എന്നിട്ട് ചെറിയ വാല്യൂ എഴുതുക. നമ്മൾ എത്ര കൂടുതലാണ് എന്ന് മോർ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ വാല്യൂ എഴുതാം. ചെറിയ വാല്യൂ എഴുതിയതിനു ശേഷം ഇൻറ്റു 100 ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഓൾറെഡി ഈ ഒരു ഫ്രാക്ഷൻ ഫോമിന്റെ പെർസെന്റേജ് അറിയാം. എത്രയാണ്? 33 1/3% ആണ്. ഓക്കെ, അതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കിയാലോ. ഇവിടെ എ ബി ഞാൻ ഇവിടെ 5ഉം 10ഉം ആക്കി മാറ്റി. 5 and 10 ആക്കി മാറ്റി. ഇപ്പൊ ഇവിടെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 5 ആണ്. ഏറ്റവും ചെറിയ വാല്യൂ എന്താണ്? 5 ആണ്. ഇൻറ്റു 100. സോ 5/5 ഈക്വൽ ടു 1. പിന്നെ എന്താ ഉള്ളത്? 100. അതായത് എത്ര പെർസെന്റേജ് ആണ്? 100%. അതായത് 5 എന്ന് ഒരു നമ്പറിന്റെ 100% എന്ന് പറയുന്നത് അതേ നമ്പർ തന്നെയാണ്. അപ്പം അത്ര തന്നെ കൂടുതലാണ്, 100% കൂടുതലാണ്. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. മറ്റൊരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ മച്ച് ഡിഡ് എ ഈസ് ലെസ് ദാൻ. നമ്മൾ കൂടുതലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഡിഫറൻസ് കാണുക, ഏറ്റവും ചെറിയ വാല്യൂ എഴുതുക, ഇൻറ്റു 100. നമ്മൾ ഇനി എത്ര കുറവാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് രണ്ട് വാല്യൂസ് എടുക്കാം. അപ്പൊ പിയും ക്യൂവും ഞാൻ എടുത്തു, 3യും 5ഉം എന്ന് പറഞ്ഞ രണ്ട് വാല്യൂ എടുത്തു. ഇത് എത്ര കുറവാണ്, അതായത് 5നെയും കാളും എത്ര ചെറുതാണ്. എ ബി വേണമെങ്കിൽ എ ബി തന്നെ എടുക്കാം. ബിനെക്കാളും എത്ര ചെറുതാണ് എ, അതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ചെയ്യേണ്ട ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫറൻസ് കാണാം. ഇവിടെ 5 - 3 = 2 ആണ്. ഇതൊരു വലിയ നമ്പർ എഴുതാം, ഇൻറ്റു 100. നേരത്തെ ചെറിയ നമ്പർ ആയിരുന്നു ഡിനോമിനേറ്ററിൽ, മോർ കാണുമ്പോൾ ലെസ് കാണുമ്പോൾ വലിയ നമ്പറാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ 5 ഡിവൈഡഡ് ബൈ 100, 100 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഹലോ, 20 ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, 20 ഇവിടെ 20 കിട്ടും. 20 × 2 40 ആയിട്ട് കിട്ടും. 40% ആണ് ആൻസർ. നെക്സ്റ്റ് എ ബി ഞാനിവിടെ 2ഉം 3ഉം എടുക്കുകയാണ്. 2ഉം 3ഉം എടുത്താലോ ഡിഫറൻസ് എന്താണ്? 1 ആണ്. 1/3 × 100 നമുക്ക് ഓൾറെഡി അറിയാം, 33 1/3% ആണ്. ഓക്കെ, അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മോർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറൻസ് കാണുക, അതിൽ ചെറിയ നമ്പർ എഴുതുക. ലെസ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിഫറൻസ് എഴുതുക, നമ്മൾ അതിൽ വലിയ നമ്പർ കാണും. നെക്സ്റ്റ് അടുത്ത ഞാനൊരു കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തരാം. എയും ഉണ്ട്, ഒരു ബിയും ഉണ്ട്. ഞാൻ പറയുകയാണ്, ഇവിടെ വാല്യൂസ് ഒന്നുമില്ല. എ ബിനേക്കാളും അല്ലെങ്കിൽ ബി എനേക്കാളും 10% കൂടുതലാണ്. അതായത് എന്റെ വാല്യൂ ബിന്റെ വാല്യൂ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ബിന്റെ വാല്യൂ എന്റെ വാല്യൂവിനേക്കാളും 10% കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ ബിയുടെ വാല്യൂവിനെക്കാട്ട് എത്ര ശതമാനം കുറവാണെന്നാണ് എനിക്ക് ചോദ്യം. നമ്മൾ ഒറ്റ നോട്ടത്തിൽ 10% കൂടുതലാണെങ്കിൽ 10% കുറവാണെന്ന് വിചാരിക്കും, പക്ഷെ ദാറ്റ് വിൽ ബി ദ റോങ് ആൻസർ. സോ നമ്മൾ ഫോർമുല വെച്ച് തന്നെ ചെയ്യാം. ഇപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് വാല്യൂസ് ഒന്നും തന്നിട്ടില്ല, വാല്യൂസ് തരാണ്ട് നമ്മൾ പെർസെൻറ്റേജിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ ഇഫ് യു ചൂസ് 100. നമ്മൾ 100 എടുക്കുകയാണ്. കാരണം എന്താ, നമ്മൾ പെർസെൻറ്റേജ് എപ്പോഴും 100ലാണ് കാണും, ലെസ് പെർസെന്റ് ആണ്. നമ്മൾ 100 വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ് ചെയ്യുക. സോ നമ്മൾ 100 യൂസ് ചെയ്യാം. ഒരു വാല്യൂ നമ്മൾ 100 എടുത്തു. അപ്പൊ എ 100 ആണെങ്കിൽ അതിന് 10% കൂടിയിട്ടുള്ള ബി എത്രയായിരിക്കും? 110 ആയിരിക്കും അല്ലേ? ഇനി ഇവർക്ക് നമുക്ക് എന്താ കാണേണ്ടത്? എത്ര ലെസ് ആണെന്നാണ് കാണേണ്ടത്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ലെസ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം, ഡിഫറൻസ് കാണുക, 10 ഡിവൈഡഡ് ബൈ വലിയ നമ്പർ എഴുതാം, 110 അല്ലേ? 0 0 ക്യാൻസൽ ചെയ്യാം, ഇൻറ്റു 100 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? 1/11 × 100. ഇത് നമുക്ക് എന്ത് കിട്ടും? ആൻസർ ആയിട്ട് എന്ത് കിട്ടും? 9 1/11% എന്ന് കിട്ടും. ഓക്കെ, സോ ഒന്ന് നോക്കിക്കേ, നമ്മൾ 10% കൂടി എന്ന് കരുതി 10% കുറയണമെന്നുണ്ടോ? ഇല്ല, ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. 9 1/11% ആണ് കുറവുള്ളത് അല്ലെ? അതാണ് പെർസെൻറ്റേജിന്റെ കേസിൽ വരുമ്പോൾ നമ്മൾ നോർമൽ നമ്പേഴ്സ് പോലെയല്ല, ചെറിയ ചേഞ്ചസ് വരും. അടുത്തത്, by what percentage 30 is less than 80?
അതാണ് ക്വസ്റ്റ്യൻ. അതായത് 80-നേക്കാളും 30 എത്ര ശതമാനം കുറവാണ്? ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ആദ്യം എത്ര കുറവാണ് നമ്മൾ നേരത്തെ ചെയ്ത് സെയിം തന്നെ. ഇപ്പോൾ ഇവിടെ എയും ബിയും ഉണ്ട്. എ എന്ന് പറയുന്നത് 30 ആണ്, ബി എന്ന് പറയുന്നത് 80 ആണ്. നമ്മൾ ഇതിന്റെ ലെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഡിഫറൻസ് 50, വലിയ നമ്പർ 80 ഇൻറ്റു 100 ചെയ്തോ. നമുക്ക് ക്യാൻസൽ ആക്കാം. 2 എടുത്തു, 25, 5 നമുക്ക് എന്ത് കിട്ടും? 1. 25 ഡിവൈഡഡ് ബൈ 2 കിട്ടും, ഈക്വൽ ടു 62.5% എന്ന് കിട്ടും. Okay. Next question. If 50% of x minus y equal to 40% of x plus y, then what percentage of x is y? അതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇതൊരു മാത്തമാറ്റിക്കൽ ഫോമിൽ എഴുതുകയാണ്. മൈനസ് വൈ ഈക്വൽ ടു 40% ഓഫ് എക്സ് പ്ലസ് വൈ. നമുക്ക് ലാസ്റ്റ് ഫ്രാക്ഷനിലോട്ട് മാറ്റാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം? 0 0 ക്യാൻസൽ ആക്കാം. നമുക്ക് 5 ഇൻറ്റു എക്സ് മൈനസ് വൈ, 5 ഇൻറ്റു എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 into x plus y. Okay, 5x minus 5y equal to 4x plus 4y. എന്നിട്ട് നമുക്ക് എക്സും വൈ ഒക്കെ ഒരു സൈഡിലേക്ക് ആക്കാം. 5x minus 4x equal to minus 5y അപ്പുറത്തേക്ക് പോകുമ്പോൾ 5y plus 4y എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് x equal to 9y എന്ന് കിട്ടും. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? x by y equal to 9 നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് y by x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? y by x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു 1 by 9 എഴുതാം. ഓക്കെ, ഇൻറ്റു 100. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 11 1 by 9% എന്ന് കിട്ടും. That would be the answer. കാരണം അതായത് നമ്മൾ നേരത്തെ ചെയ്തു. Then what percentage of x is y? That is y by x ആണ് കണ്ടുപിടിക്കേണ്ടത്. അടുത്തതോ, if 30% of numbers 150, 25% എത്രയാണ്? ഏതോ ഒരു നമ്പറിന്റെ 30% എന്ന് പറയുന്നത് 150 ആണ്. അങ്ങനെയാണെങ്കിൽ 25% എത്രയായിരിക്കും? അതേ നമ്പർ ഏതാണെന്ന് കൊടുത്തിട്ടില്ല. 30% 150 ആണെങ്കിൽ 1% എത്രയായിരിക്കും? 150 ഡിവൈഡഡ് ബൈ 30 ആയിരിക്കില്ലേ? അത് എത്രയായിരിക്കും 1%? 5 ആയിരിക്കും അല്ലേ? അപ്പം 1% 5 ആണെങ്കിൽ 25% എന്ന് പറയുന്നത് എന്താ? 25 ഇൻറ്റു ഈ 5 ആയിരിക്കില്ലേ? 25 ഇൻറ്റു 5 എത്രയാണ്? ദറ്റ് ഈസ് 125 ആയിരിക്കും വാല്യൂ. ഓക്കെ ആണോ? നെക്സ്റ്റ്, ഇഫ് 120 ഈസ് 20% of a number, then 120% of that number will be. ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിന്റെ 20% 120 ആണ്. അങ്ങനെ വന്നെങ്കിൽ 120% എത്രയായിരിക്കും? എങ്ങനെയാണോ? നമുക്ക് തന്നിട്ടുണ്ട് 20% എത്രയാണ്? ഇറ്റ് ഈസ് 120. അങ്ങനെയാണെങ്കിൽ 1% എത്രയാണ്? 120 ഡിവൈഡഡ് ബൈ 20 ആയിരിക്കും. ദാറ്റ് വുഡ് ബി 6. അപ്പൊ 120% എത്രയാണ്? 120% എന്ന് പറയുന്നത് 120 ഇൻറ്റു 6 ആയിരിക്കും. ദാറ്റ് ഈസ് 720. വാല്യൂ ആൻസർ വന്നിട്ടുണ്ട്. ഓക്കെ, if 80% of a number added to 80 gives the result as the number itself, then the number. ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിന്റെ 80% നമ്മൾ 80%ന് കൂടെ 80 കൂട്ടിയാൽ നമുക്ക് അതേ നമ്പർ കിട്ടും. ഒരു നമ്പറിന്റെ ഇപ്പൊ ഒരു 5 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ടെങ്കിൽ അതിന്റെ 100% എത്രയായിരിക്കും? 5 തന്നെയായിരിക്കും. 5ന്റെ 100% 5 ആയിരിക്കും. 50ന്റെ 100% 50 ആയിരിക്കും. അപ്പൊ ഒരു നമ്പർ തന്നിട്ടുണ്ട്, ആ നമ്പർ എഴുതാൻ പറഞ്ഞിട്ടില്ല. ആ നമ്പർ അതേ നമ്പറാണ് ആൻസർ കിട്ടുന്നതെന്ന് പറഞ്ഞു. അതായത് അതിന്റെ 100% ആൻസർ കിട്ടുന്നുണ്ട്. ഒരു നമ്പറിന്റെ 80%ന്റെ കൂടെ 80 കൂട്ടിയപ്പോൾ നമുക്ക് 100% കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഏതാണെന്നാണ് ചോദ്യം.
ഓക്കെ, ഇത് 80%-ലൂടെ 80 കൂട്ടിയപ്പോൾ 100% എന്ന് പറയുമ്പോൾ ഈ 80 എത്രയായിരിക്കും? 20% ആയിരിക്കില്ലേ? ഓക്കെ, അപ്പൊ 20% നമുക്ക് നേരത്തെ കൺസെപ്റ്റ് പോലെ തന്നെ ചെയ്യാം. 20% എന്ന് പറയുന്നത് 80 ആണ്. അപ്പൊ 1% എന്ന് പറയുന്നത് 80 ഡിവൈഡഡ് ബൈ 20 ആണ് അല്ലെ? അപ്പൊ 1% എത്രയാണ്? 80 ഡിവൈഡഡ് ബൈ 20 4 കിട്ടും. അപ്പൊ 1% 4 ആണെങ്കിൽ 100% എത്രയായിരിക്കും? 400 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 100% 400 ആണെന്ന് കിട്ടി. സോ ആ നമ്പർ ഏതാണ്? 400 ആണ്. ഓക്കെ, സോ ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് പോയതാണ്. ഇന്നലെ സ്ക്രീൻ റെക്കോർഡിംഗ് നടന്നില്ല, അതുകൊണ്ടാണ് ഇന്ന് സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ചില സ്ഥലത്ത് സ്റ്റെക്ക് ആയിട്ടുണ്ട് വീഡിയോ, ഇറ്റ്സ് ഫൈൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, സോ ബൈ ബൈ.